ഹായ് ഹലോ നമസ്കാരം. പൃഥ്വിരാജ് നായകനായെത്തിയ ആടുജീവിതത്തിൻ്റെ പ്രഖ്യാപനം മുതൽ തന്നെ ഉയർന്ന ഒരു ചോദ്യമാണ് ബെന്യാമിൻ്റെ നോവലിൻ്റെ അതേ മാജിക് സിനിമയിൽ കാണാൻ കഴിയുമോ എന്നത്. ഇപ്പോൾ സിനിമ ഇറങ്ങിയപ്പോഴും പലരിലും ആ ചോദ്യം ബാക്കിയാണ്. സിനിമ പുസ്തകത്തോട് നീതി പുലർത്തിയോ? ഒരു പുസ്തകത്തെ സിനിമയിലേക്ക് മാറ്റുന്നത് അത്ര എളുപ്പമല്ല. എന്നിരുന്നാലും മലയാള ചലച്ചിത്ര വ്യവസായം വലിയ സ്ക്രീനിൽ നോവലുകളെ ജീവസുറ്റതാക്കുന്നതിൽ ശ്രദ്ധേയമായ ചില വിജയങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്തരം വിജയപരാജയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തേതായി ചെമ്മീനാണ്. ആർക്കാണ് ചെമ്മീൻ എന്ന ഈ മഹത്തായ ചിത്രത്തെ മറക്കാൻ കഴിയുക? രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിൻ്റെ ഈ ക്ലാസിക് അവലംബം മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമയായി ചരിത്രം സൃഷ്ടിച്ചു. തീരദേശ നാടോടി കഥകളുടെയും വിശ്വാസങ്ങളുടെയും ആകർഷകമായ ചലച്ചിത്ര സൃഷ്ടിയായിരുന്നു ഈ ചിത്രം. മതിലുകൾ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഈ സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിന് മനോഹരമായ ജീവൻ നൽകി. അവർ ബഷീറിൻ്റെ നോവൽ പേജുകളിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത് സ്ക്രീനിൽ കാണിച്ചതുപോലെ മനോഹരമായിരുന്നു. എല്ലാ അർത്ഥത്തിലും പുസ്തകത്തിൻ്റെ ആത്മാവിനോട് സത്യസന്ധത പുലർത്തിയ സിനിമ ഏറെ നിരൂപക പ്രശംസയും ഒട്ടനവധി അവാർഡുകളും നേടി. ദൈവത്തിൻ്റെ വികൃതികൾ. എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി അതേ പേരിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള നോവലിൻ്റെ ഏറ്റവും മികച്ച അഡാപ്റ്റേഷനായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ലെനിനും മുകുന്ദനും തിരക്കഥയ്ക്ക് ഒരുമിച്ചത് ഒരുപക്ഷെ ഈ അർഹതയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. പ്രശസ്തമായ ഈ ചിത്രം നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. കേരളത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ കൊലപാതക കേസിൻ്റെ അടിസ്ഥാനത്തിൽ TP രാജീവൻ രചിച്ച നോവലിൻ്റെ രഞ്ജിത്ത് വേർഷനാണ് ഈ ചിത്രം. നോവലിൻ്റെ സസ്പെൻസും ഗൂഢാലോചനയും തടസ്സമില്ലാതെ സ്ക്രീനിലേക്ക് പകർന്നെടുക്കാൻ രഞ്ജിത്തിന് സാധിച്ചു. വിഷ്വൽ ഡെപ്തും സിനിമാറ്റിക് ഫ്ലെയറും ഈ സിനിമയുടെ കാതലായ ആഖ്യാനത്തോട് നീതി പുലർത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് പിടിമുറക്കുന്ന ഒരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പത്മരാജൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ സംവിധാനം നിർവഹിച്ച ചിത്രം. KK സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടത്. പത്മരാജൻ്റെ സെൻസിറ്റീവ് സംവിധാനവും സൂക്ഷ്മമായ കഥ പറച്ചിലും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. നോവലിനെ വായനക്കാർക്ക് പ്രിയങ്കരമാക്കിയ അതേ വികാരങ്ങളും വിചാരങ്ങളും ഉണർത്തുന്ന സ്വപ്നതുല്യമായ ഒരു ആഖ്യാന ശൈലിയായിരുന്നു ഈ ചിത്രത്തിൻ്റേത്. ഒരേ കടൽ. ബംഗാളി നോവലിസ്റ്റായ സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ഹിരേക് ദീപ്തിയെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരേ കടൽ. നോവലിൽ പറഞ്ഞിരിക്കുന്ന സങ്കീർണമായ ബന്ധങ്ങളും അസ്തിത്വപരമായ ധർമ്മസങ്കടങ്ങളും സംവിധായകൻ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. നോവലിനെ സാഹിത്യ ക്ലാസിക്കാക്കിയ അതേ ആഴം സിനിമയ്ക്കും നിലനിർത്താൻ സാധിച്ചു. തന്മാത്ര. ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രം. നേരിട്ട് ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷൻ അല്ലെങ്കിലും പത്മരാജൻ്റെ ഓർമ്മ എന്ന ചെറുകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ ബ്ലെസ്സി നിർമ്മിച്ചത്. നായകൻ്റെ പോരാട്ടങ്ങളും അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ആഘാതവും സംവേദനക്ഷമതയുള്ള ബ്ലെസ്സിയുടെ ചിത്രീകരണം പത്മരാജൻ്റെ കഥയുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. വിവർത്തനത്തിൽ പരാജയമറിഞ്ഞ ഏതാനും സിനിമകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഉണ്ണിയാറിൻ്റെ പ്രശസ്തമായ ചെറുകഥയ്ക്ക് രഞ്ജിത്ത് സംവിധാനം നിർവഹിച്ച ലീല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ടു. TP രാജീവിൻ്റെ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന സിനിമയെ രഞ്ജിത്ത് ഞാൻ എന്ന സിനിമയാക്കിയപ്പോൾ അതിൻ്റെ വിധിയും മറിച്ചായിരുന്നില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷിയെ ആസ്പദമാക്കി അകം എന്ന സിനിമ, ഈ അടുത്തിറങ്ങിയ നീലവെളിച്ചം എന്ന ആഷിഖ് കപൂർ സിനിമ എന്നിവ സാഹിത്യത്തെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ ചുരുക്കം ചില സിനിമകളുടെ ഉദാഹരണങ്ങളാണ്. ഞാൻ ഇവിടെ പരാമർശിക്കാത്ത മറ്റനേകം സിനിമകളുണ്ട്. അത്തരം സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.